എന്താണത്? റോഡ് സൈഡിലാ? ആ, എന്തോരബദ്ധം. ഹായ് ഗൈസ്, ബാക്ക് വിത്ത് അനദർ കണ്ടന്റ്. അപ്പം സ്റ്റാർട്ടിങ്ങിൽ കണ്ടതുപോലെ ഇതെന്തുവാ സംഭവം? എനിക്ക് തോന്നുന്നത് റോഡ് സൈഡിൽ വിഷുക്കണി ഒരുക്കിയതാണ്. അതെ, നിലത്ത് വിഷുക്കണി ഒരുക്കിയതാണ്. എനിക്ക് തോന്നുന്നു റോട്ടിൽ കൂടെ പോകുന്ന ആൾക്കാർക്കൊക്കെ കാണാൻ വേണ്ടി ഒരു കണി ഒരുക്കിയ സെറ്റപ്പ് പരിപാടിയാണിത്. ഓക്കെ, ജസ്ന സലീമുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതാണ്. കാരണം ഹൈക്കോടതിയുടെ നിയമം ലംഘിച്ചു, ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് വീഡിയോ എടുത്തിട്ടിട്ട് കലാപത്തിനെതിരെ, എന്ന് വെച്ചാൽ കലാപമാണ് കൺവേ ചെയ്യുന്നത് എന്ന രീതിയിലൊക്കെ ഒരു കോൺട്രവേഴ്സീസ് ഒക്കെ വന്നിട്ട്, അപ്പം ഞാൻ അന്ന് വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞിരുന്നു, ഒരു കൈൻഡ് ഓഫ് പ്രഹസനമാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ആൾ കാണിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് തെളിയിക്കുന്ന സാധനമാണ് ഇപ്പം വീഡിയോയിൽ കൂടെ നമ്മുടെ ചേച്ചി ചെയ്തിട്ടുള്ളത്. 2 ദിവസം മുമ്പ് മിക്ക യൂട്യൂബേഴ്സിൻ്റെ ഇടയിലും ഒരു ചർച്ചയായ ഒരു കാര്യമാണിത്. എന്ത്? ഇങ്ങനെ ഗുരുവായൂർ അമ്പല നടയിൽ പോയി ഇങ്ങനെ വീഡിയോ എടുത്തു എന്ന് പറഞ്ഞിട്ട്. ഡെഫിനറ്റ്ലി അതിനുശേഷം ഇതുപോലൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ എന്തായാലും ചർച്ചയാവും എന്നുള്ള കാര്യം ജസ്ന ചേച്ചിക്ക് അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു കാര്യം ചെയ്തത്. ഇപ്പോൾ കൃഷ്ണനെ കണി കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണെങ്കിൽ സ്വന്തം വീട്ടിൽ ചെയ്യാം. ഇത് നടു റോഡിൽ കൊണ്ടുവന്ന് വെച്ച് അതൊരു വീഡിയോ എടുത്ത് അത് സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ കൂടെ റീലായിട്ടൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്തൊരു വിവാദം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, അതങ്ങ് സമ്മതിച്ചാൽ. ഞാൻ കൃഷ്ണൻ്റെ കണ്ടൻറ്റ് വിറ്റ് അല്ലെങ്കിൽ കൃഷ്ണനെ ചേർത്തിട്ടുള്ള വീഡിയോ കണ്ടൻറ്റുകൾ ചെയ്ത് എൻ്റെ ചാനൽ റീച്ചാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ് എന്ന് സമ്മതിച്ചാൽ പിന്നെ ഈ വിഷയമല്ല. ആ കാര്യങ്ങൾ ഫുള്ള് ചെയ്യുക. നമ്മൾ വന്ന് സംസാരിക്കുമ്പോൾ ഐ ആം എ ഡിവോട്ടി ഓഫ് കൃഷ്ണൻ എന്ന് പറയുന്നിടത്താണ് ഇവിടെ ഈ വൈരുദ്ധ്യം വരുന്നത്. ഇപ്പം ഇങ്ങനെ ഈ റോട്ടുമേൽ വന്നിട്ട് ഈ കണി ഒരുക്കുക എന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല. കണി എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ തലേ ദിവസം ഒരുക്കി കടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ കണ്ണ് തുറന്ന് വരുന്ന സമയത്ത് കാണുന്ന ഒരു ഐശ്വര്യമാണ് കണി എന്ന് പറയുന്നത്. അപ്പം അതിങ്ങനെ ഈ റോഡ് സൈഡിൽ വെക്കുന്നതിൽ കൂടെ എന്ത് കണിയാണെന്നുള്ളത് എനിക്കറിയില്ല. ഇങ്ങനെ കുറച്ച് യൂട്യൂബേഴ്സ് ചേച്ചിയുടെ വീഡിയോ, ജസ്നേച്ചിയുടെ വീഡിയോ ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ട് ആളൊരു ചെറിയ റിയാക്ഷൻ വീഡിയോ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ആ റിയാക്ഷൻ വീഡിയോ ഞാൻ കണ്ടപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് കരുതി. ഇതെനിക്ക് ചെയ്യണം തോന്നിയില്ല, കാരണം വെറുതെ കാണാത്ത ആൾക്കാർക്ക് കൂടി എൻ്റെ ചാനലിൽ കൂടെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുക്കേണ്ടെന്ന് കരുതി ഞാൻ ചെയ്യേണ്ട കരുതില്ല. പക്ഷെ ആ റിയാക്ഷൻ വീഡിയോ അതെനിക്ക് ഇഷ്ടമായി. അപ്പോഴാണ് ഞാനിത് ചെയ്യണമെന്ന് കരുതി. സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ വീഡിയോ. എന്നെ വിലങ്ങിട്ട് കൊണ്ടുപോയിന്നും ഞാനിപ്പോൾ ജയിലിലാണെന്നും ജയിലിൽ കുത്തിരുന്ന് ചിത്രം വരയ്ക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാരുടെ വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ കരുതി ഞാൻ ഒളിവിലാണ് പോലും. അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താണെന്നറിയോ, ഈ വ്യാജപ്രചരണം നടത്തിയിട്ട് അതിന്ന് കിട്ടുന്ന റീച്ചിൽ നിങ്ങൾക്ക് അരി വാങ്ങേണ്ട ഒരു ഗതികേട് എനിക്ക് സഹതാപം മാത്രമേ തോന്നുന്നുള്ളൂ. ഫസ്റ്റ് തിങ്, ഞാൻ അങ്ങനൊരു വീഡിയോ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് എന്നെ കൊള്ളില്ല. ഞാൻ നമ്മളുടെ ചാനൽ ന്യൂസിൽ വന്ന ന്യൂസ് എടുത്താണ് റിയാക്ട് ചെയ്തത്. അതിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോൾ ചില ആൾക്കാർ എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് പറയേണ്ടിയിരിക്കുന്നു. ഓക്കെ, പിന്നെ അരി വാങ്ങുക. ഞാൻ ഒരു ബത്തേരിയിലെ തന്നെ അല്ലെ വയനാട്ടിൽ തന്നെ ഒരു വെൽ നോൺ ആയിട്ടുള്ള ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ സൈക്കാട്രിക് സോഷ്യൽ വർക്കർ കം കൗൺസിലർ ആൻഡ് തെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അതെൻ്റെ സാലറിയിൽ നിന്നാണ്. യൂട്യൂബിൽ ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് റവന്യൂയോ പൈസയോ കിട്ടിയിട്ടില്ല. ഇനി കിട്ടിയാൽ ഞാൻ അതിൽ അരി വാങ്ങുന്നതിന് എനിക്കൊരു തെറ്റുമില്ല. കാരണം വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണ്. ആൻഡ് ഈ ഒരു വിഷയത്തിൽ നിന്ന് മാത്രമല്ല അരി കിട്ടുക, ഈ സമൂഹത്തിൽ നടക്കുന്ന പല വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടാണ് അരി കിട്ടുന്നത്. ഓക്കെ, പിന്നെ അരി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇല്ലാത്ത ഭക്തിയൊന്നും കാണിക്കുന്നില്ല. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, നിയമങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന ഒരാളാണല്ലോ. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ എക്സ്പ്രഷൻ, ഇമോഷൻസ്, കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ കാണുമ്പോൾ പറയാൻ തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, ഒരു
കുടുംബം പോറ്റാൻ ഇപ്പൊ ജസ്ന സലീം എന്നുള്ളൊരു പേര് നിങ്ങൾക്ക് കിട്ടി അതുമ്മൽ ഇതാക്കുകയാണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. അപ്പം ഞാൻ ഏതായാലും ജയിലിലൊന്നും പോയിട്ടില്ല, ഞാൻ ഒളിവിലും പോയിട്ടില്ല. ഇന്നലെ തൊട്ടിട്ട് ഞാൻ എന്റേതായിട്ടുള്ള കുറച്ച് കാരണങ്ങൾ കൊണ്ട് തിരക്കാണ്. അത് കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഞാനത് വെളിപ്പെടുത്താം എന്താന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സർപ്രൈസ് ഉണ്ട്. അപ്പം ദൈവം എന്നെ പരീക്ഷിച്ചതാണോ, ദൈവം എന്നെ അനുഗ്രഹിച്ചതാണോ? അതൊരു തെറ്റായ ധാരണയാണ് ചേച്ചി. കാരണം അത്യാവശ്യം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ മോണിറ്റൈസ് ആയിട്ടുള്ള ചാനൽ നിങ്ങൾ എടുത്തു നോക്ക്. അവരൊരു ദിവസം 2-3 കണ്ടന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. നോട്ട് ഓൺലി യുവർ വീഡിയോസ്, ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. പിന്നെ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എല്ലാവരും യൂസ് ചെയ്യുന്നത് ഈ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ പൈസയും കൊണ്ട് അരി മാത്രമല്ല, വേറെ പലതും വാങ്ങാം. പച്ചക്കറി വാങ്ങാം, ഫ്രൂട്ട്സ് വാങ്ങാം, എല്ലാം വാങ്ങാം. അരി എന്ന് പറയല്ലേ, ഇത് ഏതോ ഒരു, എനിക്ക് തോന്നുന്നു ഏതോ ഒരു വീഡിയോ അങ്ങനെ എന്തോ വന്നൊരു സാധനമാണെന്ന് തോന്നുന്നു അരി. എന്തായാലും ചേച്ചി അതും പിടിച്ചു പോയിക്കോളൂ. ദാറ്റ്സ് ഇറ്റ്. നമുക്ക് എന്തോ ഒരു സർപ്രൈസ് വരുന്നുണ്ടല്ലോ, അതെന്താണ് സംഭവം? വെയിറ്റിംഗ്. കൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും വെറൈറ്റി കണ്ടന്റ് ആണോ? അപ്പോൾ എനിക്ക് കുറച്ച് ലെവളുമാരോടാ പറയാനുള്ളത്. നിങ്ങളുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പം എന്നെക്കുറിച്ച് എൻ്റെ പച്ചരിച്ച് തിന്നുക എന്നുള്ളതല്ലാതെ നിങ്ങൾക്കിപ്പോൾ വേറെ വഴിയില്ല. പിന്നെ അതേപോലെ ഒരു മൊയന്തൻ്റെ വോയിസ് ഞാൻ കേട്ടു. ഞാൻ പള്ളിക്കമ്മിറ്റിന്ന് എന്നെ പുറത്താക്കുകയാണ് പോലും, പള്ളിക്കമ്മിറ്റി അങ്ങനെയാണ് പോലും ഇങ്ങനെയാണ് പോലും. എടാ മൊയന്തേ, ഞാൻ എന്നാടാ നിന്റെ പള്ളിക്കമ്മിറ്റിയിലെ ഇതിൽ വന്നത്? സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ കണ്ടന്റുകളൊന്നും എൻ്റെ വീഡിയോയിൽ ആഡ് ചെയ്യാൻ തീരെ താല്പര്യമില്ല. അതുകൊണ്ട് ബാക്കി റിയാക്ഷൻ പാർട്ട് ഞാൻ ഇടുന്നില്ല. കാരണം ഏത് വിഷയത്തെ പറ്റി സംസാരിക്കുകയാണെങ്കിലും ഞാൻ എൻ്റെ പോയിന്റ് വളരെ വൃത്തിയിൽ കൺവേ ചെയ്യുക എന്നല്ലാണ്ട് ഇങ്ങനത്തെ രീതിയിലുള്ള കോൺവെർസേഷനൊന്നും ഞാൻ എൻ്റെ വീഡിയോയിൽ കൊണ്ടുവരലില്ല. അപ്പം ആളിപ്പോൾ സംസാരിക്കുന്നതും ആളിതുമായി ബന്ധപ്പെട്ട് പറയുന്നതൊക്കെ ഏതോ ഒരാൾ ആളുടെ കണ്ടന്റ് വെച്ച് പൈസ ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ടുള്ള റിയാക്ഷനാണ്. ആളീ പറയുന്ന ഒരു തരത്തിലുള്ള അലിഗേഷൻസും അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നതൊന്നും എന്നെ ബാധിക്കാത്തത് കൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ അധികം പോകുന്നില്ല. വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറച്ച് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുക. കാരണം നമ്മളുടെ ഭാഷ നമ്മളുടെ കൾച്ചറിനെ സൂചിപ്പിക്കും. നമുക്ക് റിയാക്ട് ചെയ്യാവുന്ന രീതിയുണ്ട്. പോസിറ്റീവായിട്ടും റിയാക്ട് ചെയ്യാം, നെഗറ്റീവായിട്ടും റിയാക്ട് ചെയ്യാം. എന്നെ തല്ലിയാൽ ഞാൻ തിരിച്ച് തല്ലും എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡാണെങ്കിൽ എന്നെ തെറി വിളിച്ചാൽ നമ്മൾ തിരിച്ച് തെറി വിളിക്കും. ആ തെറി വിളിക്കേണ്ട ഒരു സാഹചര്യം എന്താണെന്ന് ആലോചിച്ചാൽ ഒരിക്കലും ജസ്ന സലീമിൻ്റെ വീഡിയോ വെച്ച് നമ്മൾ പൈസ ഉണ്ടാക്കാനൊന്നുമല്ല. ഈ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളും റിയാക്ട് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് ഈ ഒരു കണ്ടന്റ് മാത്രമല്ല ചെയ്യുന്നത്, അത് മനസ്സിലാക്കണം. ഇപ്പം എൻ്റെ ചാനലിൽ തന്നെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ലഹരിക്കെതിരെയുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്, ചില കേസുകൾ ഞാൻ ചെയ്യുന്നുണ്ട്, ചില പ്രൊട്ടസ്റ്റുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ടോപ്പിക്കുകളിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അതിലൊരു ടോപ്പിക്കാണ് ഇത്, വന്നൊരു റീസെൻറ്റ് ന്യൂസാണിത്, അതുകൊണ്ട് ഇത് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇതൊരിക്കലും ഒരാളെയും ഡീഫെയിം ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒപ്പീനിയൻ പറയണം തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ സേ, വിത്ത് ഫുൾ റെസ്പെക്ട് നമ്മൾ പറയുകയാണ്, യു ക്യാൻ സേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെൻ്റെ ഒരു സ്പേസാണ്, എൻ്റെ യൂട്യൂബ് ചാനൽ എൻ്റെ ഒരു സ്പേസാണ്. അവിടെ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ കൺവേ ചെയ്യാനുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ പിന്നെ വേറെ എവിടെ പോയിട്ടാ പറയുക? അപ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇപ്പം ഞാനൊരു തെറ്റുകാരിയാണ്, ഞാൻ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചോളാണ്. അപ്പോൾ ഞാൻ എന്താണ് മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചതെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഒരു മതത്തിൽ നിന്നും മറ്റൊരു ദൈവത്തെ ഇത്രമേൽ വിശ്വസിച്ചതും ബഹുമാനിച്ചതും ഇത്ര വലിയ തെറ്റാണ് എന്നുള്ളത് നമുക്ക് ഓരോരോ അനുഭവങ്ങൾ കൊണ്ടാണല്ലോ മനസ്സിലാവുക. ഇത് ഒരു സെക്യുലർ സ്റ്റേറ്റ് ആണ്. ഇവിടെ ജാതി മതത്തിൽ വിശ്വസിക്കണേ വിശ്വസിക്കാം, വിശ്വസിക്കേണ്ടേ വിശ്വസിക്കേണ്ട, ഇഷ്ടമുള്ളവൻ ഇഷ്ടമുള്ള ജാതി ആക്കാം, അതിനൊക്കെയുള്ള റൈറ്റ് ഉണ്ട്. ഈ ലോകത്ത് എല്ലാവരും ദൈവവിശ്വാസിയൊന്നുമല്ല. അല്ലെങ്കിൽ ഹിന്ദുവിൽ ജനിച്ച ആളെല്ലാവരും ഹിന്ദു ദൈവത്തെ മാത്രം വിശ്വസിക്കുന്നവരല്ല. ഹിന്ദുവിൽ ജനിച്ച് എത്രയോ ക്രിസ്ത്യൻ ബിലീഫ്സിൽ ജീവിക്കുന്ന എത്രയോ ഫ്രണ്ട്സ് എനിക്കുണ്ട്. അപ്പം അതിനൊക്കെയുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ അതിങ്ങനെ ഒരു മാർക്കറ്റിംഗ് ചെയ്യുമ്പോഴാണ് ഇവിടെ അതൊരു പ്രശ്നമാവുന്നത്. അല്ലാണ്ട് ഇതൊരിക്കലും കൃഷ്ണൻ്റെ പടം വരയ്ക്കുന്നതോ അല്ലെ കൃഷ്ണനെ ആരാധിക്കുന്നതോ ഒന്നും ഒരാളൊരു തെറ്റായി പറയല്ല. അതൊരു മാർക്കറ്റിംഗ് ചെയ്യുമ്പോഴാണ് ഇതൊരു ഇഷ്യൂ വരുന്നത്. 1-2 ഇതാവും. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയി ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോസ് കാര്യങ്ങൾ മാത്രം ഇട്ടിട്ട് അതിങ്ങനെ ചെയ്ത് അതിൽ കൂടെ റീച്ച് ഉണ്ടാക്കി അതിങ്ങനെ പല രീതിയിൽ ഇപ്പോൾ ഇത്ര ആലോചിച്ചാൽ മതി. മെഞ്ഞാൽ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സീസ് ഉണ്ടായി, അതിനെ റിയാക്ട് ചെയ്ത് ഈ വീഡിയോ ഇട്ടു. അതിന് 2 ദിവസം കഴിഞ്ഞിട്ട് റോഡ് സൈഡിൽ വന്നിട്ട് ഈ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുമ്പം ഡെഫിനറ്റ്ലി അതൊരു ടോപ്പിക്കിലോട്ട് പോവും എന്നൊരു നോളജ് ഇല്ലേ? ഇവിടെയൊക്കെ വരുമ്പോഴാണ് ഈ മാർക്കറ്റിംഗ് എന്നൊരു സ്ട്രാറ്റജി വരുമ്പോൾ അല്ലെ നെഗറ്റീവ് പബ്ലിസിറ്റി എന്നൊരു ഇത് വരുന്നത്.
പിന്നെ നെഗറ്റീവ് പബ്ലിസിറ്റി കൂടി ഇന്ന് റീച്ച് കിട്ടും. പോസിറ്റീവായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും റീച്ച് കിട്ടില്ല, ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ ഇങ്ങനെ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് വി ആർ ക്വസ്റ്റ്യനബിൾ. നമ്മുടെ ആൾക്കാർ ചോദിക്കും, നമ്മളോട് ആൾക്കാർ റിയാക്ട് ചെയ്യും. അതിനെ ആൻസർ ചെയ്യാനുള്ളൊരു കഴിവുണ്ടാവണം. ഞാനൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു നെഗറ്റീവ് കമൻറ്റ് കണ്ടാൽ തന്നെ ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവുമായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടാണ് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നത്. സോ ഐ ആം ആൻസറബിൾ ടു ഇറ്റ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആവേണ്ട. ഞാൻ കണ്ണൻ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് തുടങ്ങി ഇങ്ങനത്തെ വീഡിയോസ് കാര്യങ്ങൾ ഇടുമ്പോൾ ജനറൽ പബ്ലിക് ഇത് കാണുമ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യും, റിയാക്ട് ചെയ്യും, നെഗറ്റീവ് കമൻറ്റ് പറയും, ചേച്ചി പറഞ്ഞതുപോലെ വീഡിയോ എടുത്ത് വെക്കും, അരി ഉണ്ടാക്കും, പലതും ചെയ്യും. അതിന് പ്രൊവോക്ക് ആവുന്നുണ്ട്, അതിൽ ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ ഇറിറ്റേറ്റഡ് ആവുന്നുണ്ടെങ്കിൽ ഡോണ്ട് പുട്ട് സച്ച് ടൈപ്പ് ഓഫ് കണ്ടന്റ്. ഓക്കെ, സോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ബൈ.